ചട്ടിപ്പത്തിരി നമ്മൾ ഉണ്ടാക്കിയില്ല എന്ന് വേണ്ട. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ള കസ്കസ് എടുത്ത് കഴുകി ഊറ്റി വറുത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ട് അതും ഒന്ന് പൊരിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും ഇതേ പാനിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടി എന്താ പറയുക ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ. ഇനി കുറച്ച് മൈദമാവ് എടുത്തിട്ട് ഒരു പൂരിൻ്റെ വലുപ്പത്തിലുള്ള പത്തിരി ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെ മൈദപ്പൊടിയും നെയ്യും ഒഴിച്ചതിന് ശേഷം 3 പത്തിരി അട്ടിക്ക് വെച്ച് പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുക. അതാകുമ്പോൾ നല്ല നൈസായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മുട്ടല് അതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച കസ്കസും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പാനിലേക്ക് അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു പത്തിരി സാധാ പോലെ വെക്കുക. എന്നിട്ട് പിന്നെ അടുത്ത പത്തിരി നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണ് വെക്കുന്നത്. ഇതിന് മേലെ ആക്കി വെച്ച ഫില്ലിംഗ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ലെയറും വെക്കുക. അതിനിടയിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലും ലേശം പഞ്ചസാര മധുരം കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ടോളിട്ടോ. ഇങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലെയറും വെക്കുകയാണേ. അതിലേക്ക് ഇനി നമ്മൾ ആ ഫില്ലിങ്ങും ഇട്ട് കൊടുത്ത് അതിന് മേലെ കുറച്ച് അധികം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും പിന്നെ ആ കലക്കി വെച്ച മുട്ടല് അതൊക്കെ ഒന്ന് മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ